സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായിരുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി BJP MP തേജസ്വി സൂര്യ രംഗത്ത്. വയനാട്ടിലെ MP ആയിരുന്ന രാഹുൽ ഗാന്ധി ഒരു തവണ പോലും മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടില്ലെന്ന് തേജസ്വി ചൂണ്ടിക്കാട്ടുന്നു. വയനാട് MP ആയിരുന്ന രാഹുൽ ഗാന്ധി 1800 ദിവസങ്ങളിൽ ഒരിക്കൽ പോലും ഉരുൾപൊട്ടലിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും രൂക്ഷമായ പ്രശ്നങ്ങൾ പാർലമെന്റിൽ സംസാരിച്ചിട്ടില്ലെന്നാണ് തേജസ്വി സൂര്യ ലോക്സഭയിൽ ആഞ്ഞടിച്ചത്. മതസംഘടനകളിൽ നിന്ന് സമ്മർദ്ദമുള്ളതിനാലാണ് അനധികൃത കയ്യേറ്റങ്ങൾ തടയാനാവാത്തതെന്ന് വനം മന്ത്രിയായിരുന്ന K. രാജു 2021 കേരള നിയമസഭയിൽ സമ്മതിച്ചിരുന്നതായും തേജസ്വി പറഞ്ഞു. 2020 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വയനാട്ടിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് 4000 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇന്നുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. വയനാട്ടിലെ MP ആയ രാഹുൽ ഈ പ്രശ്നം ഒരിക്കൽ പോലും ഉന്നയിച്ചിട്ടുമില്ല. വയനാട്ടിലെയും ബന്ധപ്പെട്ട പ്രദേശത്തെയും വോട്ട് ബാങ്കിനെ തുടർന്നാണ് അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP പ്രതികരിച്ചു. ഈ വിഷയം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചിരുന്നു. വയനാട്ടിൽ സംഭവിച്ചത് വിവരിക്കാനാവാത്ത കാര്യമാണ്. ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് KC പറഞ്ഞത്. അതേസമയം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കാനെത്തും. ഇരുവരും പ്രദേശം സന്ദർശിക്കുമെന്നും പ്രശ്നബാധിതരെ കാണുമെന്നുമാണ് പുറത്തുവരുന്ന വിവരം. കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.